റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. കൂടെ അതാ മീകായിലുമുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാമുമുണ്ട്, അസ്റായീൽ അലൈഹിസ്സലാമുമുണ്ട്. 4 മലക്കുകൾ പ്രവാചകരുടെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഓഫർ നൽകുകയാണ്. യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം വാ തുറക്കുകയാണ്. നബിയേ, നബിയേ, എല്ലാ ദിവസവും ഒരു 10 സ്വലാത്ത് വീതം തങ്ങളുടെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ഞാനവന്റെ കൈക്ക് പിടിച്ചുകൊണ്ടവന് പരിപൂർണമായ തുണയേകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കരവലയത്തോടുകൂടി സഹായകമാകുമേ. മുടങ്ങാതെ ഒരു 10 സ്വലാത്ത് ഡെയിലി ചൊല്ലിയാലെങ്കിലെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വ്യക്തി മീകായിൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, തങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു 10 സ്വലാത്ത് ദിനേന മുടങ്ങാതെ ചൊല്ലിയാൽ നാളെ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവനെ മതി വരുവോളം കുടിപ്പിക്കുന്നതാകുന്ന നീയത്ത് എന്നിലാണ്. അവന്റെ വയറ് നിറയ്ക്കുന്ന സംഗതി ഞാൻ ഏറ്റു റസൂലേ, ഞാൻ അവനെ ഹൗദുൽ കൗസർ കുടിപ്പിക്കുമേ എന്ന് മീകായിൽ എന്നോട് വാഗ്ദാനം ചെയ്തുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ തന്നെ കൽപ്പിച്ചതല്ലേ. സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ പ്രവാചകരുടെ മേൽ സ്വലാത്ത് സലാം ചൊല്ലൂ എന്നുള്ള ഖുർആനിന്റെ കൽപ്പന കേട്ടിട്ടുള്ള മുസ്ലിമേ, നീ എത്ര സ്വലാത്ത് ആ പ്രവാചകരുടെ മേൽ ചൊല്ലുകയുണ്ടായി? നീ ജീവിച്ച കാലം മുതൽ ഇതുവരെ നീ ഒന്ന് കണക്കുകൂട്ട്. ലക്ഷങ്ങൾ ചൊല്ലി തീർത്ത ആളുകളില്ലേ? റസൂലുള്ളാഹിയെ സ്വപ്നത്തിലൂടെ കണ്ടവരില്ലേ? ആ പ്രവാചകരെ സിയാറത്ത് ചെയ്യാൻ മദീനയിൽ പോകാൻ അവസരം കിട്ടിയവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ 10 സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചെയ്താൽ മീകായിൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറയുകയാണ്, തങ്ങൾക്ക് നൽകപ്പെടുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവന് ഞാൻ പാനം ചെയ്യാൻ അവസരം കൊടുക്കുമേ എന്ന് മീകായിൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഞാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാമിലേക്ക് നോക്കുകയാണ്. നാളെ സൂറന്ന കാഹളത്തിൽ ഊതുന്നതാകുന്ന ഇസ്രാഫീൽ അദ്ദേഹത്തിന്റെ ഊഴത്തിന്റെ സമയമെത്തിയപ്പോ അദ്ദേഹം റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ, തങ്ങളുടെ മേൽ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത് ദിനേന 10 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലിയാൽ ഏതൊരു സഹോദരനാണോ സഹോദരിയാണോ നാളെ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ സുജൂദിൽ കിടക്കുമേ. അല്ലാഹുവിന്റെ പാപം പുറത്തു കൊടുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല എന്ന് ഇസ്രാഫീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം നിൽക്കുന്നത്. ലോക ജനതയുടെ മുഴുവൻ റൂഹിനെ പിടിക്കാൻ അല്ലാഹു അവസരം നൽകിയ വ്യക്തിയല്ലേ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് തങ്ങളുടെ മേൽ മുടങ്ങാതെ സ്വലാത്ത് ചൊല്ലുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ? പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല, ജീവിതം മുഴുവനും അതാ 10 സ്വലാത്ത് ചൊല്ലുകയാണ്. നബിദിന ആഘോഷത്തിന്റെ പേരിൽ മാത്രമല്ല, നബിയാഘോഷമാണ്. ആ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. ആ പ്രവാചകർ ഈ ദീന് കൊണ്ടുവന്നവരല്ലേ, രാപ്പകൽ അധ്വാനിച്ചവരല്ലേ, തൗഹീദിന്റെ വെളിച്ചം ലോകത്ത് മുഴുവനും പ്രസരണം നടത്തിയ വ്യക്തിയല്ലേ. നബുവത്ത് കിട്ടിയ തലം മുതൽ 40ാമത്തെ വയസ്സ് മുതൽ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് 23 വർഷങ്ങൾ കൊണ്ട് ലോക ജനതയ്ക്ക് മുഴുവനും പരിശുദ്ധ ഇസ്ലാം എത്തിച്ചതായ വ്യക്തിയല്ലേ. എല്ലാ ദ്വീപുകളിലേക്കും ഉപദ്വീപുകളിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസരണം എത്തിയില്ലേ. ആ പ്രവാചകരാകുന്ന തങ്ങളുടെ മേല് ആരെങ്കിലും 10 സ്വലാത്ത് മുടങ്ങ
മുടങ്ങാതെ കൃത്യമായി ചൊല്ലിയാൽ അംബിയാ മുർസലീങ്ങൾ റൂഹ് പിടിച്ചതുപോലെ വളരെ മയത്തോടുകൂടിയായിരിക്കും ഞാനവന് റൂഹ് പിടിക്കുക എന്ന് അസ്റായീൽ എന്നോട് പറഞ്ഞു വന്നു നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, റബീഉൽ അവൽ മാസം കഴിഞ്ഞു പോയാലും ആ റസൂലുള്ളാഹിയെ മറക്കല്ലേ. ആ പ്രവാചകരാണ് ഈ ലോകത്തേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണം നടത്തിയിട്ടുള്ളത്, നമുക്ക് തൗഹീദിന്റെ വെളിച്ചം പകർന്നു നൽകിയിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.